നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ അഴീക്കോട് അമ്മയും 2 മക്കളും കിണറ്റിൽ മരിച്ച നിലയിൽ. മക്കളെ കിണറ്റിലെറിഞ്ഞ ശേഷം അമ്മയും കിണറ്റിലേക്ക് ചാടിയതാകാമെന്ന് പോലീസ് നിഗമനം. അമ്മ മാനസിക വെല്ലുവിളി നേരിടുന്നവരായിരുന്നുവെന്നും പോലീസ്. ഹൃദയത്തിൽ 2 ബ്ലോക്കും മഹാധമനിയിലെ വിണ്ടുകീറലും ഉൾപ്പെടെ അതിസങ്കീർണാവസ്ഥയിലുള്ള രോഗിയുടെ ജീവൻ ശസ്ത്രക്രിയയില്ലാതെ രക്ഷിച്ച് കണ്ണൂർ ആസ്റ്റമിൻസ് ഹോസ്പിറ്റൽ. വൈദ്യശാസ്ത്രത്തിലെ അപൂർവമായ ഒരു ജീവൻ രക്ഷാ ദൗത്യമാണ് കണ്ണൂർ ആസ്റ്റമിൻസ് ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം നിർവഹിച്ചത്. പാർക്കിൻസൺസ് ആൻഡ് മൂവ്മെന്റ് ഡിസോർഡേഴ്സിനായുള്ള ഉത്തര മലബാറിലെ ആദ്യത്തെ സെന്റർ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ. സെന്ററിൽ പ്രത്യേകം തയ്യാറാക്കിയ ICU കിടക്കുകളും രോഗികളുടെ മുറികളും. ന്യൂറോളജിസ്റ്റുകൾ, ന്യൂറോ ഫിസിയോതെറാപ്പിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, ഡയറ്റീഷ്യന്മാർ എന്നിവർ ഒരേ സെന്ററിൽ തന്നെ ഇനി ലഭ്യം. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ മീൻകുന്നിൽ അമ്മയും 2 മക്കളും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. രാവിലെ മുതൽ ഇവരെ കാണാത്തതിനാൽ പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മീൻകുന്ന് മഠത്തിൽ ഭാമ, മക്കളായ ശിവാനന്ദ്, അശ്വന്ത് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രി മുതൽ ഇവരെ കാണാതായിരുന്നു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു കിണറ്റിൽ മരിച്ച നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മക്കളെ കിണറ്റിൽ എറിഞ്ഞതിനു ശേഷം അമ്മയും കിണറ്റിലേക്ക് ചാടിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. അമ്മ മാനസിക വെല്ലുവിളി നേരിടുന്നതായി പോലീസ് പറയുന്നു. ഇതിന് ചികിത്സ തേടിയിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു. അമ്മയും സഹോദരിയുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. മൃതദേഹം പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അയൽവാസികളാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളിയായ ഭർത്താവ് രമേഷ് ബാബു ചാലിലെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ അമേരിക്ക ഇന്ത്യക്ക് കൈമാറി. ഇത് നമ്മുടെ അഭിമാന നിമിഷമാണെന്നും രാജ്യത്തെ ആക്രമിക്കാൻ വന്ന ഭീകരരെ തിരിച്ചു പോകാൻ അനുവദിക്കരുതെന്നും തഹാവൂർ റാണയെ തൂക്കിലേറ്റണമെന്നും മുംബൈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ സുബേദാർ മേജർ PV മനീഷ് പറഞ്ഞു. ഇതിൽ മുഖ്യ സൂത്രധാരനായിട്ടുള്ള തഹാവൂർ റാണ, അമേരിക്കയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത തഹാവൂർ റാണ പാകിസ്ഥാനിയായിട്ടുള്ള തഹാവൂർ റാണയാണ് ഇന്ത്യയിൽ നടത്തിയ ഈ ആക്രമണത്തിലെ മുംബൈ ഓപ്പറേഷനിലെ മുഖ്യ സൂത്രധാരൻ എന്നറിഞ്ഞു. അദ്ദേഹത്തെ നമ്മുടെ പലതരത്തിലുള്ള വിചാരണകൾ നടന്നു. അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്ത് നിന്ന് പോയിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു. അങ്ങനെ അന്താരാഷ്ട്ര വിചാരണ കോടതി 2023 അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്തിന് കൈമാറുവാൻ ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ശക്തമായിട്ടുള്ള നേട്ടമെന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് വന്ന് ഏതു തരത്തിലും പ്രതിരോധിക്കാൻ വന്ന ഒരു ടെററിസ്റ്റുകളും തിരിച്ചു പോകാൻ വേണ്ടി നമ്മുടെ ധീരരായിട്ടുള്ള സൈനികർ വിട്ടിട്ടില്ല. അതിൽ രണ്ടാമത്തെ ഉദാഹരണം എന്നത് രാജ്യത്തിൻ്റെ അകത്ത് തന്നെ അല്ലാതെയും ഇതിന് സൂത്രധാരന്മാരായാലും നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വന്ന ഏതൊരാളും അകത്തായാലും പുറത്ത് ഏതൊരു രാജ്യത്തായാലും അതിന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉത്തമമായി അവരെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരും എന്ന ഏറ്റവും വലിയ ധീരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഹൃദയത്തിൽ 2 ബ്ലോക്കും മഹാധമനിയുടെ മുകൾ ഭാഗത്ത് വിണ്ടുകീറി താഴെ ഭാഗം ബലൂൺ അവസ്ഥയിലുമായ തളിപ്പറമ്പ് സ്വദേശി 78 വയസ്സുള്ള രോഗിയെ ശസ്ത്രക്രിയയില്ലാതെ പുതുജീവൻ നൽകി കണ്ണൂർ ആസ്റ്റമിൻസ് ഹോസ്പിറ്റൽ. മെഡിക്കൽ വിഭാഗത്തിലെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ആസ്റ്റമിൻസ് ഹോസ്പിറ്റൽ ചികിത്സാ രംഗത്ത് പുതിയ ചരിത്രം കുറിച്ചത്. CT സ്കാൻ നടത്തിയപ്പോൾ വൃക്കയിൽ നിന്ന് താഴേക്ക് പോകുന്ന മഹാധമനിയിലെ ബലൂൺ പോലുള്ള വീക്കത്തിന് പുറമെ മുകളിലേക്ക് പോകുന്ന മഹാധമനിയിൽ വിള്ളലും സംഭവിച്ചിരുന്നു. ഇതിനു പുറമെ ഹൃദയത്തിന്റെ രക്തക്കുഴലിൽ 2 ബ്ലോക്കുകൾ കൂടി കണ്ടെത്തുകയും ചെയ്തു. ഈ 3 അവസ്ഥകളും അതീവ ഗുരുതരമായവയാണ്. സാധാരണഗതിയിൽ തുറന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്താലും പൂർണ്ണമായ വിജയ സാധ്യത ഇല്ല. ഇതിനു പുറമെ രോഗി തുറന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുവാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്തു. തുടർന്ന് അടുത്ത സാധ്യതകൾ പരിശോധിക്കുകയും ഇതിന്റെ ഭാഗമായി കാർഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, കാർഡിയോ തെറാസിക് സർജറി എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ചർച്ച ചെയ്യുകയും ഹൃദയത്തിലെ ബ്ലോക്ക് നീക്കം ചെയ്യാൻ റേഡിയൽ ആൻജിയോപ്ലാസ്റ്റിയും മഹാധമനിയിലെ തകരാറുകൾക്ക് പെർക്യൂട്ടേനിയസ് ക്ലോഷർ ഡിവൈസും ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു. പിന്നീട് ഹൃദയത്തിലെ ബ്ലോക്ക് നീക്കുവാനുള്ള പ്രൊസീജിയറിന് വിധേയനാക്കി. റേഡിയൽ ആൻജിയോപ്ലാസ്റ്റി എന്ന താക്കോൽ ദ്വാര രീതിയിലൂടെ കൈയിലെ ധമനിയിലൂടെ പ്രത്യേകം ട്യൂബ് കടത്തിവിട്ടാണ് ബ്ലോക്കുകൾ നീക്കം ചെയ്തത്. ഇത് വിജയകരമായി പൂർത്തീകരിക്കുകയും 3 ദിവസങ്ങൾക്ക് ശേഷം രോഗിയുടെ കാലിലെ ഞരമ്പിലൂടെ പെർക്യൂട്ടേനിയസ് ക്ലോഷർ ഡിവൈസ് എന്ന നൂതന സംവിധാനം
സന്നിവേശിപ്പിക്കുകയും മഹാധമനിയുടെ മുകൾ ഭാഗത്തെ വിള്ളൽ സ്റ്റെന്റ് വെച്ച് അടക്കുകയും കീഴ്ഭാഗത്തെ ബലൂൺ പോലെ വീർത്ത ഭാഗം വൈ ആകൃതിയിലുള്ള പ്രത്യേകം സ്റ്റെന്റ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കുകയും ചെയ്തു. അതീവ സങ്കീർണമായ ഈ പ്രൊസീജിയറുകൾ നിർവഹിക്കുവാൻ അനസ്തീസിയ നൽകേണ്ടി വന്നില്ല. വലിയ മുറിവുകൾ സൃഷ്ടിക്കേണ്ടി വന്നില്ല എന്നതും രക്തം കയറ്റേണ്ട ആവശ്യം വന്നില്ല എന്നതും തൊട്ടടുത്ത ദിവസം തന്നെ രോഗിക്ക് ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു എന്നതും ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് എന്ന് സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ പറഞ്ഞു. അപ്പം ഒരു മേജർ ഓപ്പറേഷൻ 78 വയസ്സായി, ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഒരു ഓപ്പൺ സർജറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ല റിസ്ക് എടുക്കാൻ, അതിന് താരതമ്യേന വളരെയധികം റിസ്ക്കുള്ള പ്രശ്നമാണ്. ഹാർട്ടിൻ്റെ ബൈപ്പാസ് ചെയ്യണം, ഈ മഹാധമനിയുടെ ഓപ്പറേഷനും ചെയ്യണം. അങ്ങനെ 2 തരത്തിലുള്ള ഓപ്പറേഷൻ ചെയ്യണം. അപ്പം ഏകദേശം നമ്മുടെ ഈ കഴുത്തിൻ്റെ അവിടെ തൊട്ട് നമ്മുടെ പൊക്കിൾ കൊടിയുടെ താഴെ വരെ കീറിയിട്ട് വേണം അത്രയും വലിയൊരു ഓപ്പറേഷൻ ചെയ്യാൻ. അത്രയും വലിയൊരു ഓപ്പറേഷൻ 78 വയസ്സുള്ള മറ്റുള്ള അസുഖമുള്ള ഒരു രോഗി കടന്നു പോകുമോ എന്നുള്ളത് വളരെ സംശയകരമായിരുന്നു. അതുപോലെ അതിൻ്റെ റിസ്ക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം രോഗി അവരുടെ കൂടെയുള്ളവരും ഒരു ഓപ്പൺ സർജറിക്ക് തയ്യാറായില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കാരണം രോഗിയുടെ ജീവൻ രക്ഷിക്കണം. അപ്പം ഞങ്ങൾ എല്ലാവരും കാർഡിയോളജിസ്റ്റ്, റേഡിയോളജി, ഇൻ്റർവെൻഷണൽ റേഡിയോളജി, കാർഡിയക് സർജറി എല്ലാവരും കൂടെ നിന്ന് ആലോചിച്ചപ്പം ഈ ഓപ്പറേഷൻ കൂടാതെ എങ്ങനെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറിലേക്കാണ് നമ്മൾ ഈ ചെയ്തത്. മെയിനായിട്ടും അദ്ദേഹത്തിൻ്റെ ഹാർട്ടിലെ ബ്ലോക്ക് നമ്മുടെ കൈയുടെ ഞരമ്പിലൂടെ സാധാരണ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ ചെയ്തു. അപ്പോൾ ബാഹ്യമായ മുറിവോ രക്തസ്രാവമോ ഒന്നും ഉണ്ടാവില്ല. റേഡിയൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബ്ലോക്ക് മാറ്റി. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് ആളുടെ കണ്ടീഷനൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ കാലിലൂടെ മഹാധമനിയിലൂടെ ഒരു മുറിവ് പോലും ഉണ്ടായില്ല, തുന്നലും ഉണ്ടായിരുന്നില്ല. നമ്മൾ പെർക്ലോഷർ ഡിവൈസ്, പെർക്യൂട്ടേനിയസ് ആയിട്ട് ഒരു ഡിവൈസാണ്, അതുപയോഗിച്ചിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് തുന്നാൻ പറ്റും. ഇപ്പോൾ രക്തക്കുഴലിലൂടെ നമ്മൾ വലിയ ട്യൂബുകൾ കടത്തിവിട്ടിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റെൻറ്റുകൾ ഇടുന്നത്. അത് നമുക്ക് പുറമേ നിന്ന് മൈക്രോസ്കോപ്പിലൂടെ അത് ക്ലോസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം ഡിവൈസ് ഉപയോഗിച്ച് ഈ ഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള വിണ്ട് കീറിയ ഭാഗത്ത് വലിയൊരു സ്റ്റെൻറ്റ് ഇടുകയും താഴെ ഭാഗത്ത് കാലിലെ 2 ഭാഗത്തേക്കും രക്തം ഒരുപോലെ ഒഴുകണം. അതിനു വേണ്ടിയിട്ടാണ് വൈസ് ഷേപ്പിലുള്ള ഒരു സ്റ്റെൻറ്റ് ഇട്ടത്. അപ്പം ഇങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ഇത്രയും ഡോക്ടർമാരും പിന്നെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിട്ട് നമുക്ക് സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചു. രോഗിയെ രക്ഷപ്പെടുത്തി. ഇതിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസത്തോളമായി. ഞങ്ങൾ ആ പേഷ്യൻറ്റിൻ്റെ റിപ്പീറ്റായിട്ടുള്ള CT സ്കാൻ എടുത്തു നോക്കി. ഈ മഹാധമനിയുള്ള വിള്ളലുകളും ഈ ബലൂൺ പോലെ വീർത്തതൊക്കെ കംപ്ലീറ്റ്ലി ക്ലോസ് ആയെന്ന് കണ്ടപ്പോൾ അതിൻ്റെ റിസൾട്ട് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ അനിൽകുമാർ, ഡോക്ടർ ഉമേശൻ, ഡോക്ടർ വിനു, ഡോക്ടർ വിജയൻ, ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം ഡോക്ടർ ദിലീപ് കുമാർ എന്നിവരും നേതൃത്വം നൽകി. പത്രസമ്മേളനത്തിൽ ഇന്റർവെൻഷണൽ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ പ്ലാസിഡ് സെബാസ്റ്റ്യൻ, അനിൽകുമാർ, ഉമേശൻ, വിനു, വിജയൻ, ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം ഡോക്ടർ ദിലീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് കണ്ണൂർ ജില്ലയുടെ നേതൃത്വത്തിൽ ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ഭാഗമായി കിഴുന്ന കടപ്പുറത്ത് ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം നടത്തി. കൊല്ലങ്കോട് മുതൽ മഞ്ചേശ്വരം വരെ 590 കിലോമീറ്റർ തീരപ്രദേശത്താണ് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചത്. കടലിനെയും കടലോരത്തെയും മാലിന്യമുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായാണ് ഇതുപോലുള്ള നിർമ്മാർജ്ജന യജ്ഞങ്ങൾ സംഘടിപ്പിച്ചത്. തൊഴിലാളികൾ, ബോട്ടുടമകൾ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, വിവിധ ഏജൻസികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് കടലും കടൽ തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്നതാണ് ലക്ഷ്യം. കാലത്ത് 7 മണിക്ക് ആരംഭിച്ച് 11 മണിക്ക് സമാപിക്കുമ്പോൾ നീക്കം ചെയ്യാനായത് പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു. കീഴുന്ന ബീച്ചിൽ നടന്ന നിർമ്മാർജ്ജന പരിപാടി കെ വിനി ഉദ്ഘാടനം ചെയ്തു. ഒരു പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം എന്നുള്ള രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കടലിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് ഈ പരിപാടിയിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാ സ്ഥലങ്ങളും നമ്മൾ സന്ദർശിക്കുന്നത്. അപ്പോൾ ഈ കീഴ്ന്ന ഭാഗത്ത് വന്നപ്പോൾ ഏറ്റവും സന്തോഷമുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഈ നാട്ടുകാരൻ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ചെയ്യാൻ കാര്യമായിട്ട് ഒന്നുമില്ല. കാരണം അത്രയും സന്തോഷമുണ്ട്. കാരണം പയ്യാമ്പലം അങ്ങോട്ടുള്ള സൈഡിലൊക്കെയാണ് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കാണാം. ഇന്ന് ഉച്ചവരെ എടുക്കാനുള്ള പണി അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ
ഈ നാട്ടുകാരെല്ലാവരും ഇത്രയും സഹകരണം വെച്ചാൽ മനസ്സ് നിറയുന്ന ഒരു അത്രയും സന്തോഷം ഈ 2-3 ദിവസമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ടൊരു 1 മണിക്കൂർ നേരം ഉള്ള വേസ്റ്റുകൾ കുറച്ച് അതൊക്കെ ഒന്ന് പെറുക്കി ശുചിയാക്കി നമ്മുടെ ജനകീയ മത്സ്യകൃഷി കോർഡിനേറ്റർ KP ദീപ സ്വാഗതം പറഞ്ഞു. കീഴുന്ന മുതൽ വട്ടക്കല്ല് വരെയുള്ള 1 കിലോമീറ്റർ കടൽ തീരം പ്ലാസ്റ്റിക് വിമുക്തമാക്കി. 60-ലധികം പേർ ശുചീകരണത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു. VC സുരേഷ് ബാബു, VK മനോഹരൻ, K പ്രകാശൻ, P സഞ്ജന, A പ്രണവ്, E പ്രഭാകരൻ, P രഞ്ജിനി, ആർദ്ര രാജ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാർത്തയിൽ ഒരു ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ അഴീക്കോട് അമ്മയും 2 മക്കളും കിണറ്റിൽ മരിച്ച നിലയിൽ. മക്കളെ കിണറ്റിലെറിഞ്ഞ ശേഷം അമ്മയും കിണറ്റിലേക്ക് ചാടിയതാകാമെന്ന് പോലീസ് നിഗമനം. അമ്മ മാനസിക വെല്ലുവിളി നേരിടുന്നവരായിരുന്നുവെന്നും പോലീസ്. ഹൃദയത്തിൽ 2 ബ്ലോക്കും മഹാധമനിയിലെ വിണ്ടുകീറലും ഉൾപ്പെടെ അതിസങ്കീർണാവസ്ഥയിലുള്ള രോഗിയുടെ ജീവൻ ശസ്ത്രക്രിയയില്ലാതെ രക്ഷിച്ച് കണ്ണൂർ ആസ്റ്റമിൻസ് ഹോസ്പിറ്റൽ. വൈദ്യശാസ്ത്രത്തിലെ അപൂർവമായ ഒരു ജീവൻ രക്ഷാ ദൗത്യമാണ് കണ്ണൂർ ആസ്റ്റമിൻസ് ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം നിർവഹിച്ചത്. പാർക്കിൻസൺസ് ആൻഡ് മൂവ്മെന്റ് ഡിസോർഡേഴ്സിനായുള്ള ഉത്തര മലബാറിലെ ആദ്യത്തെ സെന്റർ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ. സെന്ററിൽ പ്രത്യേകം തയ്യാറാക്കിയ ICU കിടക്കുകളും രോഗികളുടെ മുറികളും. ന്യൂറോളജിസ്റ്റുകൾ, ന്യൂറോ ഫിസിയോതെറാപ്പിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, ഡയറ്റീഷ്യന്മാർ എന്നിവർ ഒരേ സെന്ററിൽ തന്നെ ഇനി ലഭ്യം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. പാർക്കിൻസൺസ് ആൻഡ് മൂവ്മെന്റ് ഡിസോർഡേഴ്സിനായുള്ള ഉത്തര മലബാറിലെ ആദ്യത്തെ അത്യാധുനിക സെന്റർ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആരംഭിച്ചു. സെന്റർ ഉദ്ഘാടനം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ക്ലസ്റ്റർ CEO നിരൂപ് മുണ്ടയാടൻ നിർവഹിച്ചു. കാലക്രമേണ ഒരു 60 വയസ്സിന് ശേഷമാണ് ഈ അസുഖം കണ്ടപ്പെടുന്നത്. അതിനുശേഷം പിന്നെ ഓരോ വർഷങ്ങളായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ചില പ്രത്യേകിച്ച് അസുഖങ്ങൾ, പനിയോ അതുപോലത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് പിന്നെയും ആ കണ്ടീഷൻ ഡിറ്റീരിയോറേറ്റ് ചെയ്യുന്നു. സോഷ്യൽ ലൈഫിൽ അദ്ദേഹത്തിന് മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഫാമിലികളിലുള്ള ഫംഗ്ഷനിലേക്ക് അദ്ദേഹത്തിന് പോകാനുള്ള താല്പര്യം കുറയുന്നു. മാനസികമായിട്ടൊന്ന് മാറി നിൽക്കാനുള്ള താല്പര്യം കാണിച്ചു തുടങ്ങുന്നു. ഇങ്ങനത്തെയുള്ള കുറേ ആ ഫാമിലി മൊത്തമായിട്ട് ഇതിൻ്റെ ഒരു വിക്റ്റിമാണ് എന്നാണ് സത്യാവസ്ഥ. ഇത് ഭാര്യക്കാണ് പ്രശ്നമെങ്കിൽ ഭർത്താവ് ഇത് എൻഗേഡ് ആവും, ഭർത്താവിനാണ് പ്രശ്നമെങ്കിൽ ഭാര്യ എൻഗേഡ് ആവും, അച്ഛനാണെങ്കിൽ മക്കൾ എൻഗേഡ് ആവും, അമ്മയ്ക്കാണെങ്കിൽ മക്കൾ എൻഗേഡ് ആവും. ഇങ്ങനെ കുറേ സോഷ്യൽ പ്രശ്നങ്ങളില്ല അതുകൊണ്ട് എന്നത് സീരിയസ് ആണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കലിനെ പറ്റിയിട്ടാണ്. പുതിയ ചേഞ്ചസ്, പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് മെഡിക്കൽ സയൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മോഹൻ സൂചിപ്പിച്ചതുപോലെ സയൻസ് എല്ലാ ദിവസവും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് മൂവ്മെന്റ് ഡിസോർഡറിൽ ഒരുപാട് ചേഞ്ചസ് വന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഡോക്ടർ സുജിത്തുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, റിസർച്ചിൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയിൽ 3ാമത്തെ മേഖലയാണ് ഈ പാർക്കിൻസൺസും മൂവ്മെന്റ് ഡിസോർഡറും. ക്യാൻസറും അതുപോലെ തന്നെ അൽഷിമേഴ്സുമാണ് ആദ്യത്തെ 1, 2. കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പാർക്കിൻസൺസ്, ജെനറ്റിക്കൽ ഡിസ്റ്റോണിയ പോലുള്ള ചലന വൈകല്യങ്ങൾ ബാധിച്ച വ്യക്തികൾക്ക് സമഗ്രവും സംയോജിതവുമായ പരിചരണം നൽകുന്നതിനായി പ്രത്യേക പാർക്കിൻസൺസ് ആൻഡ് മൂവ്മെന്റ് ഡിസോർഡേഴ്സ് സെന്റർ ആരംഭിച്ചു. പാർക്കിൻസൺസ് ആൻഡ് മൂവ്മെന്റ് ഡിസോർഡേഴ്സിനായുള്ള ഉത്തര മലബാറിലെ ആദ്യത്തെ അത്യാധുനിക കേന്ദ്രമാണിത്. പ്രത്യേക OP ഏരിയയ്ക്ക് പുറമെ പാർക്കിൻസൺസ് ചലന വൈകല്യങ്ങൾ ഉള്ള വ്യക്തികളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്ത സ്പെഷ്യൽ തീവ്ര പരിചരണ വിഭാഗം ICU, പ്രത്യേക റൂമുകൾ കൂടാതെ പാർക്കിൻസൺസ് ഡിസീസ്, ജെനറ്റിക്കൽ ഡിസ്ട്രോണിയ എന്നിവയ്ക്ക് DBS തുടങ്ങി ഏറ്റവും നൂതനമായ ചികിത്സ തുടങ്ങിയവ ഈ സെന്ററിന്റെ പ്രത്യേകതകളാണ്. ഞാൻ ഒരു സ്റ്റേറ്റ് വോളിബോൾ പ്ലെയർ ഉണ്ടായിരുന്നു, ഒരു പോലീസുകാരനായിരുന്നു.
അദ്ദേഹത്തിന് ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ അയാൾ വോളിബോൾ വലിയ സ്റ്റേറ്റ് പ്ലെയറാണ്. അയാൾ സൈഡായി പോയി, തീരെ ചെയ്യാൻ പറ്റുന്ന, നടക്കാനൊന്നും പറ്റുന്നില്ല. അയാൾ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങി. അത് വലിയ ന്യൂസായി വന്നു. അങ്ങനെയാണ് പിന്നെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കും. വിദേശ രാജ്യങ്ങളിൽ പാർക്കിൻസന്റെ ചികിത്സ കുറച്ച് വ്യത്യാസമാണ്. കാര്യം ഇവിടെ നമ്മളൊരു ഡോക്ടറെ പോയിട്ട് മരുന്ന് കാണുന്നു, അത് ചികിത്സ അവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് കാണുന്നത്. ഇപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ CEO പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തരായിട്ട് കാണുന്നു, സൈക്കോളജിക്കൽ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്നു, ഫിസിയോതെറാപ്പിസ്റ്റ് അവരുടെ മൂവ്മെൻറ്റ് അഡ്രസ്സ് ചെയ്യുന്നു, സോളോയിങ് സ്പെഷ്യലിസ്റ്റ് അതിൻ്റെ സോളോയിങ് ആസ്പെക്റ്റ് നോക്കുന്നു, പിന്നെ സോഷ്യൽ വർക്കർ അതിൻ്റെ സോഷ്യൽ ആസ്പെക്ട്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഞാൻ അവതരിപ്പിച്ചപ്പോൾ CEO വളരെ ഇൻട്രസ്റ്റോടുകൂടി തന്നെ അദ്ദേഹം സമ്മതിക്കുകയും അങ്ങനെയാണ് നമ്മളിത് തുടങ്ങുന്നത്. പിന്നെ ഇതിൻ്റെ DBSനെ കുറിച്ച് കുറച്ച് സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അതൊരു ടീം അപ്രോച്ചാണ്. ഞാനും ന്യൂറോ സർജനും മറ്റ് ഇതിൻ്റെ ടെക്നീഷ്യന്മാരും എഞ്ചിനീയർമാരൊക്കെ ചേർന്നിട്ട് ഏകദേശം 6ഓളം സ്പെഷ്യലിസ്റ്റ് ചേർന്ന് ഒരു 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയറാണ്. ന്യൂറോളജിസ്റ്റുകൾ, ന്യൂറോ ഫിസിയോതെറാപ്പിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, ഡയറ്റീഷ്യന്മാർ എന്നിവരുമായി ഒരിടത്തു തന്നെ കൺസൾട്ടേഷനുകൾ ലഭ്യമാകുന്ന പ്രത്യേക ഔട്ട് പേഷ്യൻ്റ് ഏരിയ സംവിധാനം രോഗികൾക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൺസൾട്ടേഷനുകൾക്കായി കാത്തിരിക്കുന്നതിൻ്റെ ആവശ്യമില്ലാതാക്കുകയും കൺസൾട്ടേഷൻ എളുപ്പമാക്കുകയും ചെയ്യുന്നു. അതേപോലെ പ്രത്യേകമായി തയ്യാറാക്കിയ ICU കിടക്കകൾ, രോഗികളുടെ മുറികൾ തുടങ്ങിയവ സെന്ററിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ക്ലസ്റ്റർ CEO നിരൂപ് മുണ്ടയാടൻ, ഹോസ്പിറ്റൽ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ നാസർ, AGM മനോജ് GM, ന്യൂറോളജി വിഭാഗം ചീഫ് ഡോക്ടർ N മോഹനൻ, സീനിയർ കൺസൾട്ടന്റ് ആൻഡ് മൂവ്മെന്റ് ഡിസോർഡർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സുജിത്ത് ഓവലത്ത്, ന്യൂറോ സർജറി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സുഹാസ് KT, ന്യൂറോളജി കൺസൾട്ടന്റ് ഡോക്ടർ ജിസ മെറിൻ ജോയ് N, ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു ജോസഫ്, ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് സ്ട്രാറ്റജി വിഭാഗം സീനിയർ മാനേജർ ജഗതി ജ്യോതിഷ് CV, സീനിയർ ഓപ്പറേഷൻസ് മാനേജർ BRP ഉണ്ണിത്താൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. SFI ജില്ലാ കൺവെൻഷൻ കണ്ണൂർ C കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ ശക്തികൾ ഉയർത്തുന്ന നവലിബറൽ ഫാസിസമാണ് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് PS സഞ്ജീവ് പറഞ്ഞു. ജനാധിപത്യത്തെക്കുറിച്ച് അറിയാത്ത, ജനാധിപത്യത്തെക്കുറിച്ച് കെട്ടുകേൾവിയില്ലാത്ത, സ്വന്തമായി ഭരണഘടനയില്ലാത്ത, രാജ്യത്തിന്റെ മുന്നിൽ ഇതുവരെയായി ആ സംഘടനയുടെ രൂപമോ ബോധമോ ഉയർത്തിപ്പിടിക്കാത്ത ഒരു അപകടകരമായ നവഫാസിസ്റ്റ് ശൈലിയോടാണ്, പുതിയ കാലത്തെ ഫാസിസത്തെ, ആ ഫാസിസത്തെ നേരിടുക എന്നുള്ളത് അടിയന്തരാവസ്ഥയെ നേരിട്ടതിനേക്കാളും ബ്രിട്ടനെ നേരിട്ടതിനേക്കാൾ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അങ്ങനെ ഒരു ശക്തിയെ നേരിടണമെങ്കിൽ നമുക്ക് കൈമുതലായിട്ടുള്ള ഒരേ ഒരു ആയുധം നമ്മുടെ സംഘടനയാണ്. ജില്ലാ പ്രസിഡന്റ് TP അഖില ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SFI നേതാക്കളായ ശരത് രവീന്ദ്രൻ, താജുദ്ദീൻ, വിപിൻ രാജ്, K നിവേദ്, ജോയൽ, അഞ്ജലി, സന്തോഷ്, സനന്ദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവായിരുന്ന MC ജോസഫിനെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗം അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഹാളിൽ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കിട്ടിയത് എന്ത് ചെയ്തു? ഇവിടെ ഇടതുപക്ഷം വരുമ്പോൾ ഒരു സോഷ്യലിസ്റ്റ് ആസൂത്രണ മാതൃകയിൽ, സോഷ്യലിസം ഒന്നും വന്നിട്ടില്ല കേട്ടോ, ഒരു സോഷ്യലിസ്റ്റ് ആസൂത്രണം. എന്താ ഈ സോഷ്യലിസം? ഇഗാലിറ്റേറിയൻ സൊസൈറ്റി, തുല്യതയുള്ള ഒരു സമൂഹം, എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക. ആ സോഷ്യലിസ്റ്റ് ആസൂത്രണം 1957 തുടങ്ങി പലപ്പോഴും വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകൾ നിർവഹിച്ച് എല്ലാവരുടെ മനസ്സിലും വെളിച്ചമുണ്ടാവാൻ, ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി പല പദ്ധതികൾ മെനഞ്ഞെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഫലമാണ് ഇന്നത്തെ കേരളീയ സമൂഹം. അതെന്താ? മഹാഭൂരിപക്ഷം പേർക്ക് ഒരു തുണ്ട് ഭൂമി സ്വന്തമായി കയ്യിൽ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KPV പ്രീത അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി PK ശ്യാമള ടീച്ചർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം TK സുലേഖ, A മാധവി, V സതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.
സംസ്ഥാന സർക്കാരിന്റെ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി സുന്ദരസാഗരം ശുചിത്വ തീരം പദ്ധതിയോടനുബന്ധിച്ച് തോട്ടട SN കോളേജ് NSS വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ തോട്ടട ബീച്ച് ശുചീകരിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ 37 ഡിവിഷൻ കൗൺസിലർ ബിജോയ് തയ്യൽ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും മഴക്കാല രോഗങ്ങളും പകർച്ചവ്യാധികളും പരമാവധി അകറ്റി നിർത്താനും ശുചീകരണ പ്രവൃത്തിയിലൂടെ സാധിക്കും. നിരന്തരമായുള്ള ശുചീകരണ പ്രവൃത്തിയിലൂടെ മാത്രമേ ഇതിന് കഴിയുകയുള്ളൂ എന്ന് കൗൺസിലർ ബിജോയ് തയ്യൽ പറഞ്ഞു. നിരവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും വിദ്യാർത്ഥികളും നാട്ടുകാരും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. നമ്മൾ ഇന്ന് കളക്ട് ചെയ്ത സാധനങ്ങളും അതിനുവേണ്ടി പ്രയത്നിച്ച ആൾക്കാരുമൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ബീച്ച് ഇന്ന് സുന്ദരമായി വളരെ മനോഹരമായിട്ടാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ നിലനിർത്താൻ എല്ലാവരും നമ്മളോട് സഹകരിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ അബ്ദുള്ള, വിനീത് ആയാടത്തിൽ, OV ചന്ദ്രൻ, NSS കോർഡിനേറ്റർമാർ രമേശൻ, ജീഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ അഴീക്കോട് അമ്മയും 2 മക്കളും കിണറ്റിൽ മരിച്ച നിലയിൽ. മക്കളെ കിണറ്റിലെറിഞ്ഞ ശേഷം അമ്മയും കിണറ്റിലേക്ക് ചാടിയതാകാമെന്ന് പോലീസ് നിഗമനം. അമ്മ മാനസിക വെല്ലുവിളി നേരിടുന്നവരായിരുന്നുവെന്നും പോലീസ്. ഹൃദയത്തിൽ 2 ബ്ലോക്കും മഹാധമനിയിലെ വിണ്ടുകീറലും ഉൾപ്പെടെ അതിസങ്കീർണാവസ്ഥയിലുള്ള രോഗിയുടെ ജീവൻ ശസ്ത്രക്രിയയില്ലാതെ രക്ഷിച്ച് കണ്ണൂർ ആസ്റ്റമിൻസ് ഹോസ്പിറ്റൽ. വൈദ്യശാസ്ത്രത്തിലെ അപൂർവമായ ഒരു ജീവൻ രക്ഷാ ദൗത്യമാണ് കണ്ണൂർ ആസ്റ്റമിൻസ് ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം നിർവഹിച്ചത്. പാർക്കിൻസൺസ് ആൻഡ് മൂവ്മെന്റ് ഡിസോർഡേഴ്സിനായുള്ള ഉത്തര മലബാറിലെ ആദ്യത്തെ സെന്റർ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ. സെന്ററിൽ പ്രത്യേകം തയ്യാറാക്കിയ ICU കിടക്കുകളും രോഗികളുടെ മുറികളും. ന്യൂറോളജിസ്റ്റുകൾ, ന്യൂറോ ഫിസിയോതെറാപ്പിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, ഡയറ്റീഷ്യന്മാർ എന്നിവർ ഒരേ സെന്ററിൽ തന്നെ ഇനി ലഭ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.